beautiful Nilgiris. ഈ ചാനലിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തമിഴ് നண்பர்களுக்கும் വണക്കം. അപ്പോൾ അങ്ങനെ ഈ ഒരു ട്രാവൽ സീരീസിലത്തെ രണ്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പാലക്കാടിലോട്ടാണ് പോയത്. പക്ഷെ പാലക്കാട് എത്തിയപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി. ആദ്യം നീലഗിരി വന്ന് നീലഗിരി എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പാലക്കാട് തൃശ്ശൂരൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ യാത്രയിൽ 3 ഡെസ്റ്റിനേഷൻ ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ, നീലഗിരീസ്. അപ്പോൾ എക്സ്പ്ലോർ നീലഗിരീസിന് പറഞ്ഞ ഒരു സീരീസിനെ തുടങ്ങിയില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കി കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളിപ്പം നീലഗിരിയിൽ വന്നേ. അപ്പോൾ ഇത് കണ്ടില്ലേ, കവുങ്ങത്തോട്ടം, താഴെ മൊത്തം തേയിലച്ചെടികൾ, ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ നീലഗിരി മലകൾ. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ചേരമ്പാടി ഭാഗത്തോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ ട്രാവൽ സീരീസിൽ നിങ്ങൾ കണ്ടില്ലേ, ആ ഭാഗത്തോടെ പോണേ. മെയിൻ റീസൺ എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഡ്രോൺ വിഷ്വൽ എടുക്കാൻ വേണ്ടിയാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു കിടിലൻ ഡ്രോൺ വിഷ്വൽ എടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഡ്രോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഡ്രോണിൻ്റെ വിഷ്വലും കാണാം, തേയിലത്തോട്ടങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളിപ്പം അന്ന് കാണിക്കാത്ത ബാക്കി കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ചേരമ്പാടിയിലോട്ട് പോകുന്ന വഴിയാണ്. ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ട, ഇവിടെ നിന്നുള്ള കിടിലൻ വ്യൂ കണ്ടില്ലേ. ഇതൊരു എസ്റ്റേറ്റാണ്, പാണ്ടിയാറിന് പറഞ്ഞ സ്ഥലത്തെ ഒരു എസ്റ്റേറ്റാണ് ഇത്. കണ്ട, ഫുൾ തേയിലത്തോട്ടം. നോക്ക്, ഈ മലയിലെ സ്ലോപ്പിൽ, ബാക്കി മലയുടെ സ്ലോപ്പിൽ അപ്പുറത്തൊക്കെ വലിയ വലിയ മലകൾ കണ്ടില്ലേ. അവിടെയൊക്കെ മേഘങ്ങൾ തട്ടി നിൽക്കാം. അന്ന് നമ്മൾ വന്നപ്പോൾ ഒരു മേഘമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇവിടെ കുറച്ച് ക്ലൗഡിയാണ്. അതിനൊപ്പം തന്നെ നല്ല വെയിലും ചൂടും ഉണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പാലക്കാടിന് ഇറങ്ങിയാണ് ഞങ്ങൾ നീലഗിരിയിൽ വന്നത്. ഇപ്പം നീലഗിരിയിൽ സീസണാണ്, ഏപ്രിൽ മെയ് സമയത്ത്. പക്ഷേ ഇന്നലെ രാത്രി ഇവിടെ ഗൂഡല്ലൂർക്ക് വന്നപ്പം ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരുള്ള വഴി, ആ വഴിയിൽ ആരും ഇല്ലായിരുന്നു. നമ്മൾ തന്നെയാണ് വന്നത്. നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാത്രിയിൽ. സീസൺ സമയത്ത് ആദ്യമായിട്ടാണ് രാത്രിയിൽ തന്നെ വരണേ. പക്ഷേ മേട്ടുപ്പാലയത്തിന് ഊട്ടി വരെ ഭയങ്കര തിരക്കായിരുന്നു. മേട്ടുപ്പാലയം വഴിയാണ് ഞങ്ങൾ വന്നത്. അപ്പം എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടില്ലേ, ഇതില്ലല്ലേ. അപ്പോൾ ഇതൊരു എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിയാണ്, തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു എസ്റ്റേറ്റ്. ഇതുകൊണ്ട് ഏഞ്ചൽസ് ട്രംപെറ്റ് ചെടി, പൂക്കളും ഉണ്ടായി കിടക്കാണ്, കണ്ടില്ലേ. ഇവിടെ എന്താണ്ട് ഒരു ഉത്സവമാണ്, കണ്ടില്ലേ, പോകുന്ന വഴിയിൽ കണ്ട. പോകുന്ന വഴി ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ട്. ആ താഴെ കാണുന്ന പ്ലെയിൻസിലെ അതൊക്കെ നിലമ്പൂർ ഭാഗമാണ്, കണ്ടില്ലേ. ബ്ലറാണ് ചെറുതായിട്ട്, ഇത് കണ്ടില്ലേ. ആ പ്ലെയിൻസ് ഒക്കെ കാണുന്നത് നിലമ്പൂർ ഭാഗമാണ്. നിലമ്പൂർ, പെരിന്തൽമണ്ണ, മലപ്പുറം ഭാഗമാണ് ആ കാണാൻ, കണ്ടില്ലേ. അപ്പോൾ ഇത് ഇവിടെ വണ്ടി നിർത്തി. ഇത് കണ്ട, ഇവിടെ ഫുൾ തേയിലത്തോട്ടം, പിന്നെ ഇപ്പുറത്തും തേയിലത്തോട്ടം, കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ ചേരമ്പാടിയിലോട്ട് പോകുന്ന വഴി ഫുൾ തേയിലത്തോട്ടം, റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കണ്ട. അന്ന് നമ്മൾ കാണിച്ചില്ല ഒരു കൂർത്ത് നിൽക്കുന്ന ഒരു മല, മറ്റേ ഡിസംബറിലിട്ട ചേരമ്പാടിയുടെ വീഡിയോ. ആ വീഡിയോ എങ്കിലും ഒന്ന് പോയി കാണുക. അവിടെ ആ കൂർത്ത് നിൽക്കുന്ന മല കണ്ടില്ല. ഇപ്പം ആ മല ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ താഴെ ഫുൾ തേയിലത്തോട്ടം, കണ്ടില്ലേ. ഈ ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ വീഡിയോയിൽ കാണിച്ചതല്ലേ അന്ന് കഴിഞ്ഞ പ്രാവശ്യം
ചേരമ്പാടി ഭാഗത്ത് വന്നപ്പം എടുത്ത് ഒരു വിഷലാണ് ഇത്, കണ്ടില്ലേ? ബസ് സ്റ്റോപ്പ് അതിൻ്റെ അപ്പുറത്തുള്ള തേയിലത്തോട്ടം, അവിടെയൊക്കെ കയറിപ്പോയതാണ് ഞങ്ങൾ, കണ്ടില്ലേ? അപ്പം എന്തായാലും വീണ്ടും അവിടെ തന്നെ വന്ന് അപ്പോൾ തന്നെ ഞങ്ങളിപ്പോൾ പന്തല്ലൂർ ടൗണിലെത്തി. നിങ്ങൾക്ക് ഈ ഒരു വഴി ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ ഈ വഴിയിലും പോയില്ലേ, ജസ്റ്റ് ഒരു ഡ്രൈവിന് കുറച്ച് ദൂരം, ആ വഴിയാണിത്. അപ്പോൾ നമ്മൾ ഇനി ഡ്രോൺ പറത്താൻ വേണ്ടി ഈ വഴിയിൽ പോവാണ്. കിടിലൻ തേയിലത്തോട്ടങ്ങളില്ലേ, അപ്പോൾ അവിടെ തന്നെ ഡ്രോൺ പറത്താം. അപ്പോൾ ഈ ജംഗ്ഷനിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഇതാണ് മെയിൻ ചേരമ്പാടി ഗൂഡല്ലൂർ റോഡ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വന്നത്. കണ്ടോ, ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ തേയില നുള്ളിയിട്ട് അവർ ഫാക്ടറിയിലേക്ക് ഇത് അയക്കുകയാണ്, കണ്ടില്ലേ? ഇവിടെയുള്ള തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെ വരണ, കണ്ടില്ലേ? എല്ലാം പറിച്ചിട്ട് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവാണ് ഇവർ. അപ്പോൾ ഈ ഒരു വഴി കണ്ടോ, കിടിലല്ലേ? അപ്പുറത്തിപ്പുറത്തും തേയിലത്തോട്ടം. അന്ന് ആ വീഡിയോയിൽ എൻ്റെ പപ്പ റിവേഴ്സ് എടുക്കാൻ വേണ്ടി അവിടെ വരെ പോയില്ലേ, അപ്പോൾ ആ ഒരു സ്ഥലമാണിത്. ജോണ, യു ലൈക്ക് ദിസ് പ്ലേസ്? അപ്പോൾ ഇവിടെ ഡ്രോൺ പൊക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ പപ്പ ഡ്രോണൊക്കെ റെഡിയാക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിടിലൻ വിഷ്വൽ എടുക്കാം. അപ്പോൾ ഈ ഡ്രോൺ നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണേ. അപ്പോൾ ഡ്രോൺ വെച്ച് റിമോട്ട് ഓൺ ആക്കി ഫോണും കണക്ട് ചെയ്ത് എന്താ വണ്ടിയുടെ മുകളിലുണ്ട്. അപ്പോൾ ഇതാ ഡ്രോൺ പൊക്കി ഇതാക്കണ്ടില്ലേ? ഇത് കണ്ടോ, തേയിലയിൽ മരുന്നടിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഈ നടന്ന് വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നോട്ട് പോവാം. അങ്ങനെയാണ് പോകേണ്ടത്. ഇനി നല്ലൊരു സീനിക് ഡ്രൈവാണ്. ഗ്ലെൻമോർഗനിലോട്ട് പോകുന്ന വഴിയില്ല, അതിനേക്കാളും നല്ലൊരു ഫീലായി ഈ വഴിയിൽ പോകുമ്പോൾ കിട്ടണം. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ യൂക്കാലിപ്റ്റസ് കാട്, റൈറ്റ് സൈഡിൽ ഫുൾ തേയിലത്തോട്ടം, അതിൻ്റെ നടുക്ക് ഒരു കിടിലൻ വഴി. അപ്പോൾ തന്നെ നമ്മളെ വണ്ടി പോകണം. നോക്ക്, ഈ റോഡ് ഇപ്പോൾ ടാറിട്ടതേ ഉള്ളൂ, നല്ല ടാറിൻ്റെ മണം. കിടിലല്ലേ?
ഈ വഴി എങ്ങോട്ടാ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ താഴെ കാണുന്ന വഴിയില്ലേ, ആ വഴി ഉപ്പട്ടീന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണത്. ഇവിടെ കിടിലൻ തേയിലത്തോട്ടം. അട്ടിക്കുന്ന എസ്റ്റേറ്റാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, ടീ എസ്റ്റേറ്റ്. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്തോറും വ്യൂ ഒക്കെ ഇങ്ങനെ ഭംഗിയായിക്കൊണ്ടിരിക്കുക അല്ലേ, കിടിലല്ലേ. അപ്പം എന്തായാലും നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാം. ഈ വഴി എവിടെ വരെ പോകണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ജോനയൊക്കെ ഇറങ്ങി ഈ വ്യൂ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു ലോറി വരണ കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രോൺ പുറത്താണ് കിടിലൻ വിഷ്വൽ എടുക്കുക. ഇതുകൊണ്ട് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് തേയില വണ്ടി കയറ്റുന്നത്. തേയിലയുടെ ഇല ചാക്കിനകത്താക്കി ലോറിക്കകത്ത് കയറ്റാണ്. ഇനി അത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. ഇത് ബസ് വരണം കണ്ടോ. അപ്പോൾ ഉപ്പട്ടീന്ന് പറഞ്ഞ ഒരു ചെറിയ വില്ലേജിലെത്തി. ഇതുകൊണ്ട് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് തേയിലയുടെ ഇല പറിക്കണത്. पूरा हिंदी लोगों है इधर से अच्छा ओ इधर भी है उधर भी है टी कमी है अभी कमी है അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൽ അതേ സെയിം വഴിയിലാണ് പോയത്. പക്ഷെ വേറെ കാഴ്ചകൾ കണ്ട് ഡ്രോണും പറത്തി കിടിലനല്ലേ ഡ്രോൺ വിഷ്വലൊക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നീലഗിരിയിലത്തെ ബാക്കി കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.